ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു മിനി വ്ലോഗ് കണ്ടാലോ? അപ്പം ഇന്ന് പരേഡൊന്നുമല്ല, ബട്ട് നമുക്ക് ഫയറിംഗ് ഉണ്ട്. ഈ ബി സർട്ടിഫിക്കറ്റ് ആൻഡ് സി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമായിട്ട് നമുക്കിന്നൊരു ഫയറിംഗ് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണ്. ചെറുപുഷ്പ സ്കൂളിൽ വെച്ചാണ് ഫയറിംഗ്. ആൻഡ് യൂഷ്വലി ഞങ്ങൾ എല്ലാവരും ലേറ്റായി, ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ലേറ്റായി. ആൻഡ് ഇവിടെ വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങളൊരു ബസ്സിലൊക്കെ കയറി. ആക്ച്വലി ഞങ്ങൾ കയറിയ ബസ്സൊന്ന് ചെറുതായിട്ട് മാറിപ്പോയത് കൊണ്ട് അവർ ഞങ്ങളെ ജംഗ്ഷനിലാണ് ഇറക്കി വിട്ടത്. അതുകൊണ്ട് കുറേ ദൂരം നടക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ല ജോഷ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് നടന്നു. എന്തുവാ എന്തുവാ ബസ്സില്ലായിരുന്നു. സോ നമ്മുടെ മോട്ടോ എന്തുവാ? യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. പക്ഷെ ബസ്സുകാർക്ക് അറിയത്തില്ലല്ലോ, ബസ്സില്ല. പക്ഷെ കോളേജ് എത്ര സമയത്താ? എനിക്കറിയത്തില്ല. എത്ര? എനിക്കറിയത്തില്ല. ഇപ്പം സമയത്ത് ലേറ്റ് ആയി കേട്ടോ. എന്തോ ലേറ്റ് ആവാണേലും ഒരുമിച്ച് ലേറ്റ് ആവുള്ളൂ. അതാണ് ഞങ്ങളുടെ യൂണിറ്റി. ഫൈനലി കുറേ ദൂരത്തെ നടത്തിയ ശേഷം നമ്മൾ സ്കൂളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് എല്ലാവരും ബെറയൊക്കെ വെച്ച് സെറ്റ് ആവാണ്. ഫയറിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു തത്രപ്പാടും ധൃതിയിലൊക്കെയാണ്, കാരണം നമ്മൾ ലേറ്റ് ആയല്ലോ. ആൻഡ് ഇത് ഫയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിഷ്വലാണ്. ആൻഡ് വ്ളോഗർ സ്പോട്ടഡ് വ്ളോഗ് ചെയ്യാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഫയറൊക്കെ ചെയ്ത് ഫുള്ള് റെഡിയായി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഫയർ ചെയ്യുന്നതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് അലൗഡ് അല്ല. ബട്ട് ആ പച്ച ടിൻഡിന്നാണ് നമ്മൾ ഫയർ ചെയ്തത്. അതായിരുന്നു ടാർഗറ്റ്സ്. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സൺ കിസ്ഡ് വീഡിയോയും കുറേ സെൽഫീസും ഒക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ സ്കൂളിന് ടാറ്റ പറഞ്ഞ് നമ്മൾ തിരിച്ച് ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ആൻഡ് ജംഗ്ഷനിൽ വന്ന് നമ്മളൊരു കടയിൽ കയറി നമ്മുടെ വയറ് നിറയ്ക്കാനായിട്ട്, കാരണം ഫയർ ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാൻ നമ്മളൊരു ലൈമും കട്ട്ലറ്റും ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. ആൻഡ് ഞാൻ വീഡിയോ വ്ളോഗ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടിവൻ പോസ് ചെയ്യണം ബ്ലൂ ഷർട്ട്. ആൻഡ് അവരുടെ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എടുത്തതിന് ശേഷം വീട്ടണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് എപ്പോഴാണ് എനിക്ക് സാധിച്ചത്. ആൻഡ് ഇത് നിങ്ങൾക്ക് വേണ്ടി സജ്ജി തരുന്നതാണ്, വാങ്ങിച്ചോളൂ. ആൻഡ് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും സ്പ്ലിറ്റായി, കാരണം കുറച്ച് പേര് കായംകുളം, കുറച്ച് പേര് മാവേലിക്കരയിലോട്ടാണ്. ആൻഡ് മാവേലിക്കര ബസ് സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ കുറേ നേരം പോസ്റ്റായിരുന്നു. സോ കുറിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, അതും കുറച്ചുണ്ട് അവിടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.